भाले हर पल मुझे अंत तक पंखों के तले संभालेगा वो जग में। अंत तक पंखों के तले संभालेगा वो जग में। संकटों में, रोगों में, संकटों में, रोगों में वो ही मेरा आसरा। സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. प्रभु मुझे ना छोड़ेगा, संभालेगा हर पल मुझे. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാൾ നമ്മളെ കൈവിടാത്ത ആ നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ലോർഡ് വി താങ്ക് യു. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിരെ മിനിസ്ട്രിയോട് ചേർന്ന് ഇന്ന് രാത്രികാലം കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ പ്ലാറ്റ്ഫോമിൽ അനേക ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ജിരേ മിനിസ്ട്രിയുടേത്. ഇന്ന് രാത്രികാലവും ഞാൻ വിശ്വസിക്കുന്നു അതിശക്തമായി ദൈവം നമ്മോട് സംസാരിക്കുവാൻ, കർത്താവിന് നമ്മളോട് പറയുവാൻ പലതുമുണ്ട്, നമ്മെ ആശ്വസിപ്പാനുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യേകാല് ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയ ജോയിസ മാമ ഒരു തുടക്കം ഇട്ട് തന്നു. സ്തോത്രം. അതെനിക്കൊരു സന്തോഷം. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാൻ പോവുകയാണ്. എൻ്റെ വൈഫ് അടുത്തിരുന്നിട്ട് പറഞ്ഞു അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന്. കാരണം അമ്മാമ പറഞ്ഞ ആ സഹോദരി ഒരു ജാട്ട് ഫാമിലിയിൽ നിന്നുള്ളതാണ്. അവരുടെ പേര് നന്ദുബായിജി. 80 രൂപയ്ക്ക് അവർ ആ സ്കൂളിന്റെ പണി നടക്കുന്ന സമയത്ത് ആ സ്കൂളിൽ കല്ല് ചുമക്കാൻ വേണ്ടി ഒരു തൊഴിലാളിയായിട്ട് വന്നതാണ്. അങ്ങനെ ആന്റിയുടെ അടുത്ത് വന്ന് വെള്ളം മേടിച്ചോണ്ട് പോകും മേളി വന്ന്. അങ്ങനെ അവരോട് സുവിശേഷം പറഞ്ഞ് ജോയിസമ്മയൊക്കെ വന്ന സമയത്ത് അവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥന കേട്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും അവരെപ്പോഴും പറയും സ്തോത്രം സ്തോത്രം സ്തോത്രം. എപ്പോഴും സ്തോത്രം പറയും. കാരണം നമ്മൾ എപ്പോഴും സ്തോത്രം പറയുന്നത് കൊണ്ട് അവരും എപ്പോഴും സ്തോത്രം പറയും. അവർക്ക് സ്തോത്രം മാത്രം, ഇങ്ങനെ കര ഉയർത്തിയിട്ട് സ്തോത്രം 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 എന്ന് പറയും. 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരെന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട സമയത്ത് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ കുറിച്ച് അവർ കേൾപ്പാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാൻ പ്രിയപ്പെട്ട തോമസ് സാറിനെയും കുടുംബത്തെയും, പ്രത്യേകാൽ ജോയിസ മാമ വന്ന സമയത്ത് അവർ പ്രിയപ്പെട്ടവരൊക്കെയും അവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിന്റെ ചരിത്രമൊന്നും പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് സ്തോത്രം അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇവിടെ നിന്ന് ഏകദേശം ഒരു 110 കിലോമീറ്റർ ദൂരത്തിൽ പോയെങ്കിൽ മാത്രമേ സ്നാനപ്പെടുവാൻ കഴിയുകയുള്ളൂ. പാത്തുപോയി ആരും കാണാതെ ഒരു ദിവസം അവർ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ ഒരു ബാപ്റ്റിസം ടാങ്ക് പോലും അല്ല, ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കുളിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം നിറയ്ക്കുവാൻ വേണ്ടി ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്ത് സ്നാനപ്പെട്ടവർ കടന്നു വന്നു. ഇന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചു. 4 കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ കർത്താവ് ഉയർത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ ജാട്ടു ഫാമിലിയിൽ നിന്ന് അവർ മാത്രം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എന്നാൽ സ്തോത്രം അവരുടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ഇളയ മകൾ, അവൾ ഡോക്ടറേറ്റ് എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അവൾ ഇപ്പോൾ ഡോക്ടറാണ്, MBBS. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ മൂത്ത മകൻ ഒരു ഗവൺമെന്റ് ടീച്ചറാണ്. അതിന്റെ മൂത്ത മകൻ ഒരു കമ്പ്യൂട്ടറിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ തന്നെ ഒരു മകൾ, ഹല്ലേലൂയ, അവൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു. കാരണം അമ്മാമ പറഞ്ഞത് കൊണ്ട് നന്ദുബായിജിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞ്
മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാജസ്ഥാന്റെ മണ്ണിൽ ഹല്ലേലൂയ ഞാൻ ജയമസീക്കി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ചില നാളുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് മക്രാനയിൽ ഞാൻ ഇരിക്കുന്ന സഭയിൽ നിന്ന് മറ്റൊരു സഭയിൽ എത്തപ്പെടണമെങ്കിൽ ഏകദേശം ഹല്ലേലൂയ 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. നാഗോർ ഡിസ്ട്രിക്റ്റിന്റെ തലസ്ഥാനത്ത് ഒരു ഫിലദൽഫിയ എന്ന് പറയുന്ന ചർച്ചുണ്ട്, മറ്റ് അജ്മീറിൽ ചർച്ചുകളുണ്ട്, പിന്നെ നമുക്കുള്ളത് ജയ്പൂരിൽ ചർച്ചുകളുണ്ട്. സ്തോത്രം. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇനിയും ഹല്ലേലൂയ രാജസ്ഥാന്റെ മണ്ണിൽ കൂടി പോകുമ്പോൾ അവിടിവിടങ്ങളായി, ഗ്രാമങ്ങളിലായി ജയമസീക്കി 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 എന്നുള്ള ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഹല്ലേലൂയ എല്ലാ ഗ്രാമങ്ങളിലേക്കും കർത്താവിന്റെ വചനം പരന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ നന്ദുബായിജിയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാരംഭത്തിൽ ഓർക്കുന്നു. പ്രത്യേക ജോയ്സമാമയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കാരണം ഞങ്ങളെ അധികം സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കുവാനും പ്രിയ മാമയെ കുടുംബത്തെയും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാത്രികാലം അനുഗ്രഹീതമായ പാട്ടുകൾ പാടി ദൈവജനത്തെ ആത്മാവിൽ ഹല്ലേലൂയ നയിക്കുവാൻ കർത്താവ് സഹായിച്ച ജോയ്സ് പി മാത്യു കർത്താവിന്റെ ദാസനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും ആത്മീയ പാട്ടുകളാൽ നമ്മെ അനുഗ്രഹിച്ച ബ്രദർ വിൽസൺ മുംബൈക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ അന്നാമ ആന്റിയുടെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ജയ്പൂരിന്റെ പ്രദേശത്ത് ബദൽ സഭയോട് ചേർന്ന് കൺവെൻഷനുകൾ നടക്കുമ്പോൾ അവിടെ ശുശ്രൂഷകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഹല്ലേലൂയ താനും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലോ. ഇത്രയും പേരുടെ മുമ്പിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവ് എനിക്കൊരവസരം നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബ പ്രശംസയോ പുകഴ്ചയോ ഇല്ലാത്ത ഒരു ഇടത്തു നിന്ന് എന്നെ കർത്താവ് വിളിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ ഇടയായി തീർന്നു. 1995 ഹല്ലേലൂയ സ്തോത്രം ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവ് സഹായിച്ചു. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, ചേത്തക്കൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. അവിടെ സ്തോത്രം ഹല്ലേലൂയ രാത്രിയിൽ എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ യഥാർത്ഥത്തിലുള്ള ഭാഷയാണെങ്കിൽ ഈ അന്യഭാഷ എനിക്കും തരണമേ. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഈ തമ്പാറടിക്കുന്ന ജോലിയായിരുന്നു എനിക്ക് ചർച്ചിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും തമ്പാറടിക്കുമ്പോൾ നല്ലതുപോലെ തമ്പാറടിക്കും, എന്നാൽ അന്ന് വരെ ഞാൻ അന്യഭാഷ പറഞ്ഞ ആളല്ലായിരുന്നു. അന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ റൂമിനുള്ളിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ടോർച്ച് അടിക്കുന്നത് പോലെ ഒരു പ്രകാശം എന്റെ മുഖത്തെ കടിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഹല്ലേലൂയ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്റെ മുഖം ഹല്ലേലൂയ തേജസ്സിൽ ഹല്ലേലൂയ ഒരു അഗ്നിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു സൂര്യപ്രകാശത്തിലേക്ക് കടന്നു പോകുന്നത് പോലുള്ള ഒരു അനുഭവം ഞാൻ അനുഭവപ്പെട്ടു. അതിനുശേഷം മണിക്കൂറുകളോളം ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ, അന്യഭാഷയിൽ ആരാധിപ്പാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സ്നാനപ്പെട്ട രാത്രിയിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് ഹല്ലേലൂയ ദൈവം മാനിച്ച് ഇന്നെ രാജസ്ഥാന്റെ മണ്ണിൽ കർത്താവ് നിർത്തി. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, കർത്താവെ ഹല്ലേലൂയ നീ എന്റെ പ്രാർത്ഥന കേട്ട് ഒരു പുതിയ വരം നീ എനിക്ക് നൽകി തന്നിട്ടുണ്ട് എങ്കിൽ ഈ ശക്തിയോടുകൂടി നിനക്ക് വേണ്ടി ഞാൻ വേല ചെയ്യുമെന്ന് പറഞ്ഞ് ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുവാൻ, ഗ്രേസ് ബൈബിൾ സ്കൂളിലും മറ്റ് അല്ലെങ്കിൽ ഇമ്മാനുവൽ ബൈബിൾ സ്കൂളിലും ഏഷ്യൻ സ്കൂൾ ഓഫ് ഇവാഞ്ചലിസത്തിലും പഠിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത് ഹല്ലേലൂയ രാജസ്ഥാനിൽ മക്രാന എന്ന് പറയുന്ന സ്ഥലത്താണ്. മക്രാന ചിലർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ സോഷ്യൽ സയൻസിൽ നമുക്കറിയാം, താജ്മഹൽ പണിതിരിക്കുന്ന മാർബിൾ ഈ പ്രദേശത്ത് നിന്നുള്ള മാർബിളാണ്, മക്രാന മാർബിൾസ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ പ്രദേശത്ത് കർത്താവിനെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്റെ ഭാര്യ ആശ ബൈബിൾ സ്കൂൾ പഠിച്ച എന്നോടുകൂടെ ദൈവവേലയിലായിരിക്കുന്നു. സ്തോത്രം. എനിക്ക് 3 കുഞ്ഞുങ്ങൾ. സ്റ്റെഫിയ BSc B.Ed ശേഷം MSc ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൾ ജെറുഷ സ്തോത്രം ഹല്ലേലൂയ അവൾ BSc നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ 3ാമത്തെ മകൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ
എന്ന് പ്രാരംഭത്തിൽ ചുരുക്കമായി സാക്ഷി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെ രക്ഷിച്ചവനായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് നാം പറയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മളുടെ മീറ്റിങ്ങുകളൊക്കെ ഹല്ലേലൂയ ഒരു ഇമ്പോർട്ടന്റ് ഇല്ലാതെ പോകും. അതുകൊണ്ട് ദൈവവചനത്തെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ഒരു ആലോചന പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവത്തെ വചനത്തെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, ദ വേർഡ് ഓഫ് ഗാഡ് ഹാസ് പവർ. ദൈവവചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. കാരണം ഇറ്റ്സ് എ സീഡ്. അതൊരു ബീജാണ്, ഒരു സീഡാണ്. ആ സീഡ് ചെല്ലുന്ന ഇടത്തൊക്കെയും ജീവൻ ഉണ്ടാകുവാനിടയായിത്തീരും എന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. അത് അമേരിക്കയിൽ ഇരുന്നാലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലോ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലോ ഏത് മുക്കിലോ മൂലയിലോ ഇരുന്നാലും അതിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സായാഹ്ന വേളയില് നിങ്ങളിൽ പലരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓഫ് ചെയ്തിരുന്നാലും ഓൺ ചെയ്തിരുന്നാലും ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഹല്ലേലൂയ വേർഡ് ഓഫ് ഗോഡ് ഹാസ് പവർ. ആ പവർ നിങ്ങളിലേക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് വ്യാപരിക്കുവാനിടയായിത്തീരും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വേർഡ് ഓഫ് ഗോഡ് ഹാസ് പവർ. 2, the word of God has purpose. ദൈവത്തിന്റെ വചനത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആര് ശുശ്രൂഷിച്ചാലും അവർ ദൈവവചനമാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ദൈവത്തിന് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 62 കണക്ഷൻ ഉണ്ട്. ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള ഉദ്ദേശം ദൈവത്തിന് ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുവാൻ കഴിയും. കാരണം നമ്മളെ എല്ലാവരെയും നടത്തുന്നത്, നമ്മളെ എല്ലാവരെയും നയിക്കുന്നത് നമുക്കൊരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് മുമ്പോട്ട് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. എഫെസ്യൻസ് ചാപ്റ്റർ 6 verse 10 and 11. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന് തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ സർവായുധ വർഗം. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. ഇറ്റ് ലുക്സ് സോ ഓസം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഫോർ ഡിസ്പ്ലേയിങ്. Stand firm against the schemes of devil. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ 3 കാര്യങ്ങളാണ് ഞാൻ ടോപ്പിക്കായിട്ട് ഇന്നലെ എൻ്റെ അമ്മാമ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ മുതല് ഞാൻ തുടർമാനമായിട്ട് ഈ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സ്കൂളിലും എൻ്റെ വേക്കൻറ്റ് പീരീഡിൽ ഞാനത് വായിപ്പാനിടയായി തീർന്നു. 1, സ്റ്റാൻഡ്, നിൽക്കുക. സ്റ്റാൻഡ്. എങ്ങനെ നിൽക്കണം? സ്റ്റാൻഡ് ഫേം, വീഴാതെ നിൽക്കണം, മജബൂത്തായിട്ട് നിൽക്കണം. 2, ഗെറ്റ് സ്യൂട്ടഡ്, ധരിക്കുക. ലിസ്റ്റ് ഉണ്ട് അവിടെ, എന്തൊക്കെ ധരിക്കണം, എങ്ങനെ ധരിക്കണമെന്നുണ്ട്. 3, സപ്ലിക്കേഷൻ, അപേക്ഷിക്കുക. സ്തോത്രം. 3 കാര്യങ്ങളാണ് ഞാൻ അതിന്റെ കണ്ടന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. 1, സ്റ്റാൻഡ്. 2, ഗെറ്റ് സ്യൂട്ടഡ്. 3, സപ്ലിക്കേറ്റ്, അപേക്ഷിക്കുക. സ്തോത്രം. നമ്മൾ തുടക്കത്തിൽ വായിച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഫൈനലി ബി സ്ട്രോങ്. ഒടുവിൽ, ആ ഒടുവിലോട്ട് വരുന്ന സമയത്ത് ക്രിസ്തീയ
ജീവിതത്തിന്റെ തുടക്കം പലരുടെയും വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ഒടുവിലോട്ട് വന്നു കഴിയുമ്പം തളർന്നു പോകുന്ന അവസ്ഥ. കാരണം എന്താണ്? ഡെവിൾ ഹാസ് ലോട്ട് ഓഫ് സ്കീംസ്. പിശാചിന്റെ കയ്യിൽ ഒത്തിരി സ്കീമുണ്ട്. നാട്ടിൽ കടയിലൊക്കെ പോകുമ്പം, തുണിക്കടയിൽ പോയാൽ ഏത് സാധനം മേടിക്കാൻ പോകുമ്പോഴും നമ്മൾ ആദ്യമേ ചോദിക്കുന്ന കടക്കാരോട് എന്താ സ്കീമുള്ളേ? സ്തോത്രം. ഈ സ്കീമിന് മലയാളത്തിൽ പദ്ധതി എന്നും പറയാം. എന്നാൽ ഇവിടെ തന്ത്രം എന്നുള്ള പദമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സ്തോത്രം. ഇതൊരു പദ്ധതിയല്ല, പദ്ധതി ഡെവലപ്മെന്റിനുള്ളതാണ്. ഗവൺമെന്റ് പല പദ്ധതി, കുടിവെള്ള പദ്ധതി കൊണ്ടുവരും, അതേപോലെ തന്നെ ശാരീരികമായിരിക്കുന്ന ക്ഷമതയ്ക്കുള്ള പദ്ധതികൾ കൊണ്ടുവരും, പല പദ്ധതികൾ കൊണ്ടുവരും. എന്നാൽ ഇവിടെ സ്കീം എന്ന് പറയുമ്പോൾ ഒരു പദ്ധതിയല്ല, പിന്നെയോ തന്ത്രമാണ് അവൻ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അനേകർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ തുടക്കത്തിൽ വളരെ ശോഭിച്ച്, വളരെ തിടുക്കത്തോടെ, വളരെ ആരോഗ്യത്തോടെ, വളരെ ശക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നേറുന്നത് കാണുവാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒടുവിലേക്ക് വരുമ്പോൾ അതിന്റെ തീഷ്ണത കുറഞ്ഞു പോവാ. ഒരു വിറക് അങ്ങോട്ട് വെച്ചിട്ട് അത് കത്തിച്ചു കഴിയുമ്പോൾ നല്ലതുപോലെ കത്തി പല വിശ്വാസികളും ഇന്ന് എങ്ങനെയായി തീരുകയാണ്? അവർ ഒടുവിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നിൽക്കുവാൻ കഴിയാതെ, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രാരംഭത്തിൽ തന്നെ ജിരേ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, ഫൈനലി മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹല്ലേലൂയ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒന്ന് ആമേൻ പറഞ്ഞേ, ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നാം നമ്മുടെ ശക്തി ഉപയോഗിക്കാറുണ്ട്, നാം നമ്മുടെ ബലം ഉപയോഗിക്കാറുണ്ട്, നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്, നാം നമ്മുടെ ജ്ഞാനം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വചനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഫൈനലി, സ്തോത്രം, ഹല്ലേലൂയ, ഈ വർഷത്തിന്റെ തന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ, ഈ മാസത്തിന്റെ തുടക്ക ദിവസത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ശ്രവിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താ? പിശാചിന്റെ കയ്യിൽ ഒത്തിരി സ്കീംസ് ഉണ്ട്. അവൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് he uses his schemes. എന്തിനു വേണ്ടി? നിങ്ങളുടെ ശക്തിയെ, നിങ്ങളുടെ പ്രാർത്ഥനയെ, നിങ്ങളുടെ ആരാധനയെ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളെ പ്രാപിക്കാതിരിക്കുവാൻ അവൻ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, തലമുറകളെ നശിപ്പിച്ചുകൊണ്ട്, വീടുകളെ നശിപ്പിച്ചുകൊണ്ട്, ദേശത്തെ നശിപ്പിച്ചുകൊണ്ട് അവൻ ഊടാടി സഞ്ചരിക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കിക്കൊണ്ട് അവൻ സഞ്ചരിക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുകയാണ്, സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ സ്കീംസ് ഓഫ് ഡെവിൾ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. വാട്ട് ആർ ദ സ്കീംസ് ഓഫ് ഡെവിൾ? ഞാൻ വേദപുസ്തകത്തിൽ ഒന്ന് നോക്കുവാൻ ഇടയായി തീർന്നു. ഈ സാത്താന്റെ തന്ത്രങ്ങൾ ഏതൊക്കെയാ? വായിക്കാം. 2 കൊരിന്ത്യർ, 2 Corinthians chapter 11 verse 3. എന്നാൽ സർപ്പ ഹവ്വായി ഉപായത്താൽ ചതച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Praise the Lord. ഒന്നാമത്തെ അവന്റെ തന്ത്രം എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഒന്നാമത്തെ അവന്റെ തന്ത്രം എന്താണ്? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത്തെ സ്കീം, പിശാചിന്റെ ഒന്നാമത്തെ തന്ത്രം, അവന്റെ തുറുപ്പ് ചീട്ട് വിശ്വാസികൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി, ദൈവസഭകൾക്കെതിരായി, ആരാധന
ആലയങ്ങൾക്കെതിരായി അവൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സ്കീം എന്താണ്? ഉപായത്തിൽ ചതിക്കുക എന്നുള്ളതാണ്. അവൻ ഒത്തിരി ഉപായം കൊണ്ടുവരും. നമ്മൾ ചതിയിൽ അകപ്പെട്ടു പോകും. അനേക വിശുദ്ധന്മാരെ നോക്കിക്കേ. എന്തിന് നമ്മൾ അവരെ നോക്കണം? അവരെ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നോക്കാൻ ആരൊക്കെ ഉണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ഹവ്വായെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമല്ലോ അവൻ എങ്ങനെയാ ചതിച്ചത്. സ്തോത്രം, ആദ്യമേ അവൻ ഭയങ്കര ഉപായം എടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും ദൈവമക്കൾക്കെതിരായി ഉപായവുമായി കടന്നു വരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. സ്തോത്രം, അവന്റെ ഉള്ളിൽ പിശാചിന്റെ തന്ത്രമാണ് നിന്നെ ചതിക്കുവാൻ. ഹല്ലേലൂയ. നീ സ്റ്റാൻഡ് ഫേം ആകുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പതറാതെ തളരാതെ നിൽക്കുമ്പോൾ, അവൻ ഉപായത്തിൽ നിന്നെ ചതിക്കുവാൻ ശ്രമിക്കും. ഡിസീവ്ഡ് ബൈ ക്രാഫ്റ്റിനെസ്, ഉപായത്തിൽ ചതിക്കുക. സ്തോത്രം, ഈ ഉപായത്തിൽ ചതിക്കപ്പെട്ടവർ അനേകരുണ്ട്. ദൈവവചനത്തിലും ഉണ്ട് എന്ന് നമുക്ക് മുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സോ ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഹല്ലേലൂയ, സാത്താന്റെ തന്ത്രങ്ങളിൽ ഒന്നാമത്തെ തന്ത്രം അവൻ ഉപയോഗിക്കുന്നത് ഉപായമാണ്. ഉപായവുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിനുള്ളിൽ, നിങ്ങളുടെ മൈൻഡിനുള്ളിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ് ചില ഉപായമെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ, ആ ഉപായങ്ങളിൽ നിന്ന് നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉറച്ചു ധൈര്യത്തോടുകൂടി ഹല്ലേലൂയ കടന്നു വരേണ്ടത് അനിവാര്യമാണ്. സ്തോത്രം. ഡിസീവ്, ഒന്നുകൂടെ ആ വചനം ഒന്ന് വായിച്ചാട്ടെ മാമേ, പ്ലീസ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ഇന്ന് ദൈവസഭ ആരെയാണ് നോക്കുന്നത്? നിർമ്മലത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. അനേക മീറ്റിങ്ങുകളുണ്ട്, അനേക പ്രാർത്ഥനകളുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ എന്നും പ്രാർത്ഥനയാ. സ്തോത്രം. എന്നാൽ ഇത്രയും ഉണ്ടെങ്കിൽ കൂടെ, സ്തോത്രം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ ദൈവസഭയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ മറ്റൊരാളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് തന്നെ ആ ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് നിങ്ങൾ പോകാതെ ഹല്ലേലൂയ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങൾ, ഒന്നാമത്തെ തന്ത്രം ഡിസീവ്ഡ് ബൈ ക്രാഫ്റ്റിനെസ്, ഉപായത്തിൽ അവൻ ചതിക്കും. രണ്ടാമത് നമുക്ക് വായിക്കാം, 1 Timothy chapter 3 verse 7. 1 തീമത്തി 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. ആമേൻ. ഇതാരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. ആരാ? അധ്യക്ഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, അവൻ ഉപായത്തിൽ നമ്മെ ചതിക്കും. 2, അവൻ കെണി വെക്കും. കെണി. സ്തോത്രം. നമുക്കറിയത്തില്ല എപ്പോഴാ നമ്മൾ കുടുങ്ങുന്നതെന്ന്. നമ്മുടെ വീക്ക്നെസ് നമ്മളെക്കാട്ടിലും അധികമായിട്ട് പിശാചിനറിയാം. സ്തോത്രം. അല്ലെങ്കിൽ മറ്റുള്ളവർക്കറിയാം. ഇവനെ എവിടെ കെണി വെച്ച ഇവൻ കുടുങ്ങുമെന്ന് കറക്റ്റായിട്ട് ഇവന്റെ റൂട്ട് ഏതാണ്. സ്തോത്രം. നമ്മൾ പോലും അറിയാതെ നമ്മൾ പോകുന്ന റൂട്ട് ഇവന് നല്ലതുപോലെ അറിയാം. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവൻ കെണി വെക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ കെണിയിലൊന്നും അകപ്പെടാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം സർവായുധവർഗം ധരിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കെണിയിൽ അകപ്പെടാതിരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സ്തോത്രം. സ്കീം നമ്പർ 2, ഈ കെണിയെ കുറിച്ച് നാം ദൈവവചനത്തിൽ നോക്കുമ്പോൾ 91-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം അവിടെ നമുക്ക് കാണും.
കാണുവാൻ കഴിയുന്നു? നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. സ്തോത്രം. സോറി, നെറ്റ്വർക്കിന്റെ ഒരു ചെറിയ സ്തോത്രം. രണ്ടാമതായിട്ട് പിശാചിന്റെ തന്ത്രം, അവൻ കെണിവെക്കും. വേദപുസ്തകം നാം വായിക്കുമ്പോൾ 91-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. സ്തോത്രം. വേട്ടക്കാരന്റെ കെണി. അടുത്തതായിട്ട് 119-ാം സങ്കീർത്തനം 110-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുഷ്ടന്മാരുടെ കെണി. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ജാതികളുടെ കെണി. സ്തോത്രം. 3 ജാതികളുടെ കെണി. നാലാമതായിട്ട് സഭാപ്രസംഗയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദുഷ്കാലത്തിന്റെ കെണി. സങ്കീർത്തന പുസ്തകം 140 അതിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഗർവികളുടെ കെണി. അങ്ങനെ പല വിധത്തിലുള്ള കെണി പിശാച് വെക്കും. എന്തിനാ? നമ്മെ അവന്റെ സ്കീമിനകത്ത് കൊണ്ടുവരണം. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ സ്കീമിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് മുമ്പോട്ട് ക്രിസ്തീയ ജീവിതം നാം നയിക്കുമ്പോൾ അവൻ രണ്ടാമതായിട്ട് കൊണ്ടുവരിക, കെണി കൊണ്ടുവന്ന് വെക്കുക. അതിൽ തന്നെ എത്ര പ്രകാരമുള്ള വേട്ടക്കാരന്റെ കെണിയുണ്ട്, ദുഷ്ടന്മാരുടെ കെണിയുണ്ട്, ജാതികളുടെ കെണിയുണ്ട്, ദുഷ്കാലത്തിന്റെ കെണിയുണ്ട്, ഗർവികളുടെ കെണി. ഇതിലേതെങ്കിലും ഇവൻ നമ്മളെ വശത്താക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവസഭ, ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവജനം സർവായുധ വർഗം ധരിക്കണം. എന്തിനു വേണ്ടി? ഇവന്റെ കെണികളിൽ അകപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവസഭ നിർമ്മലതയോടുകൂടി, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് അവർ മാറിപ്പോകാതെ ആ കാൽവറി ക്രൂശിലെ ആ നാഥനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ ഈ ഹല്ലേലൂയ സ്കീമുകൾ ഒന്നും ഹല്ലേലൂയ നമ്മളെ തകർക്കുവാൻ കഴിയരുത്. സ്തോത്രം. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാൻ വീഴത്തില്ല. എന്നാൽ ഇവന്റെ സ്കീമാണിത്. സ്കീം നമ്പർ 2, കെണിവെക്കുക. മൂന്നാമതായിട്ട് നമുക്ക് വായിക്കാം 2 Corinthians chapter 4 and verse 4. വായിച്ചാൽ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സ്തോത്രം. മൂന്നാമതായിട്ട് ഇവൻ ചെയ്യുന്നത് എന്താണെന്നറിയാം? ഇവൻ മനസ്സ് കുരുടാക്കും. സ്തോത്രം. നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ എത്ര ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു. ഓടിച്ചെല്ലുന്നു, സ്നേഹിക്കുന്നു, ചിരിക്കുന്നു. ഒരു ആരാധനയൊക്കെ കഴിഞ്ഞാൽ എത്ര സന്തോഷമാ ആരാധനാലയത്തിന്. സ്തോത്രം. പോകെ ഈ സന്തോഷത്തിന് കുറവ് വരികയാ. അതുകൊണ്ടാ നമ്മൾ വായിച്ച വാക്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഒടുവിലേക്ക് വരുമ്പോഴായി പ്രശ്നം. തുടക്കകാലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. ഞാൻ അഭിഷേകം പ്രാപിച്ച ആ രാത്രിയെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഞാൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ച് ആരാധിച്ച് ഹല്ലേലൂയ, ദൈവദാസൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് നോക്കി.
ഓയിൽ ഇങ്ങനെ ഒലിക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണ്. ഞാൻ രണ്ട് കയ്യിൽ നോക്കി, കൈ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എന്റെ ദൈവമേ, ഹല്ലേലൂയ, ഒരു ഒരു 1/2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചത് പോലുള്ള ഒരു അനുഭവം. എന്നാൽ ഇന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോഴോ ആ അനുഭവം എനിക്കുണ്ടോ? പലപ്പോഴും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? അവൻ മനസ്സ് കുരുടാക്കും. പല അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, സ്തോത്രം, പല വ്യക്തികളെ നാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് കുരുടായി പോകും. ആ വചനം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ മാമേ, പ്ലീസ്. എന്റെ മലയാളം ഞാൻ കുറെ വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് രാജസ്ഥാനിലായതുകൊണ്ട് എന്തെങ്കിലും തെറ്റു വന്നാൽ നിങ്ങൾ ക്ഷമിക്കണമേ, പ്ലീസ്. ഓക്കെ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിപ്പാൻ, അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, the word of God has power. അതിന്റെ ശക്തി മനസ്സിലാക്കിയവന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെടുവാനിടയായി തീരും. Nobody can stop. രാജസ്ഥാനിൽ ഏത് ലോ കൊണ്ടുവന്നാലും, UP-യിൽ ഏത് ലോ കൊണ്ടുവന്നാലും, ലോ ഒക്കെ അങ്ങനെ കിടക്കും. ഹല്ലേലൂയ. എന്നാൽ അവനെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് വാഗ്ദത്തം നൽകിയ ഒരു കർത്താവിന്റെ ശക്തിയാണ്, അവന്റെ രക്തമാണ് എന്നിൽ കൂടി ഓടുന്നത്. ഏകദേശം 7-8 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോ എന്റെ മോളെ വഴിയിൽ വെച്ച് മർദ്ദിച്ചു. നാവ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു മീറ്റിംഗ് ശേഷം കടന്നു വരുമ്പോൾ അനേകർ പിന്നാലെ വന്ന്, കുറച്ചു പേർ മുമ്പിൽ വന്ന് ടെമ്പോ ട്രാവൽ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടിച്ചുകൊണ്ട്, ഞാനാ ഡ്രൈവർ. സ്തോത്രം. വേറെ ഡ്രൈവറെ വെക്കണ്ടല്ലോ. കല്ലെടുത്തെറിഞ്ഞു. സ്തോത്രം. എന്റെ ഹല്ലേലൂയ ടെമ്പോ ട്രാവലിന്റെ ഒരു സൈഡിൽ വന്ന് നിന്നിട്ട് വലിയ കല്ലെടുത്തെറിയുകയാണ്. ദൈവദാസന്മാർ, അമ്മാമയ്ക്കറിയാം, അന്ന് ഹല്ലേലൂയ നമ്മുടെ ഏലിയാസ് പാസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ. ഏലിയാസ് പാസ്റ്ററൊക്കെ വന്ന സമയത്താണ്, ദാനിയേലങ്കൽ ഏലിയാസ് പാസ്റ്ററൊക്കെ വന്ന സമയത്ത് ടെമ്പോ ട്രാവലിനിട്ട് എറിഞ്ഞു. സ്തോത്രം. ദൈവകൃപയാൽ അതിന്റെ ചില്ലിലല്ല, അതിന്റെ ബീമില കല്ല് കൊണ്ടത്. സംഭവിച്ചത് പറയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആ കല്ല്, ആ ശക്തിയേറിയ കല്ല് അതിന്റെ സൈഡിൽ കൊണ്ടിട്ട്, കാരണം നിങ്ങൾക്കറിയാം ടെമ്പോ ട്രാവലിന്റെ ഗ്ലാസ് വലുതാ, എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാണാം. അത് കൊണ്ടിട്ട് റിട്ടേൺ ആയിട്ട് പുറകിൽ നിന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി വന്ന ബൈക്കിൽ 2 പേര് വടിയും കമ്പുമായി വരികയാ. സ്തോത്രം. അവന്റെ മേത്തോട്ട് ആ കല്ല് വീഴുന്നത്. ഇവൻ എറിയുന്നു, അവന്റെ ആളിന്റെ മേത്ത് തന്നെ കല്ല് വീഴുന്നു. കല്ല് വീണ ഉടനെ തന്നെ ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് എറിഞ്ഞവന്റെ മേത്തോട്ട് കയറുകയാ. സ്തോത്രം. അവന്മാര് 3 പേരും കൂടെ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ഏകദേശം ഒരു 12 കിലോമീറ്റർ കവർ ചെയ്ത് മക്രാനയിൽ വരണം. സ്തോത്രം, ഹല്ലേലൂയ. 6-7 കിലോമീറ്റർ അവർ കവർ ചെയ്ത് വന്നു. സ്തോത്രം, ഹല്ലേലൂയ. വന്ന് ഈ ചർച്ചിലോട്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കിടന്ന് നിലവിളിച്ച്, കർത്താവേ, നാവയിൽ ഞങ്ങൾക്കെതിരായിട്ട് അവർ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സഭയെ പണിയുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു സഭയെ പണിയണം. അടുത്ത വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ നാവയിൽ എവിടെ കല്ലെറിഞ്ഞോ അവിടെ അടിസ്ഥാനമിട്ട്, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു 109 കിലോമീറ്ററോളം ദൂരം നേരത്തെ യാത്ര ചെയ്യണമായിരുന്നു. ഹല്ലേലൂയ. ഒരു ചർച്ചിൽ നിന്ന് മറ്റൊരു ചർച്ചിലേക്ക് എത്തപ്പെടുവാൻ. എന്നാൽ ഇന്ന് 35 കിലോമീറ്ററിനപ്പുറത്ത് കർത്താവ് നാവയിൽ ഞങ്ങൾക്ക് ഒരു സഭ നൽകി തരുവാനിടയായി തീർന്നു. സ്തോത്രം. കഴിഞ്ഞ വർഷത്തിന് മുമ്പിൽ 28 പേർ ഒരുമിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനിടയായി തീർന്നു. പലപ്പോഴും ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സ് കുരുടാകുന്ന അവസ്ഥകളുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നാം ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെയും നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്കീം നമ്പർ 3, ഹല്ലേലൂയ. മൂന്നാമത്തെ അവന്റെ തന്ത്രം മനസ്സ് കുരുടാക്കുക. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 3:12. ഇപ്പോൾ നമ്മൾ വായിച്ചത് 2 Corinthians chapter 4 verse 4. 12:3 3:12. സഹോദരന്മാരെ,
ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. സ്തോത്രം. ആ ദുഷ്ടഹൃദയം നിങ്ങൾക്ക് കടന്നു വരരുത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. സ്തോത്രം. അതെപ്പോഴാ സംഭവിക്കുന്നേ? മനസ്സ് കുരുടാകുമ്പോൾ. മനസ്സ് കുരുടായി പോകരുത്. നമ്മുടെ സഹോദരന്മാരിൽ എത്ര പേരുണ്ട് നമ്മുടെ ചർച്ചിൽ, നമ്മുടെ കൂട്ടുവിശ്വാസികളിൽ, നമ്മളോട് ചേർന്ന് ജോലി ചെയ്യുന്നവർ മനസ്സ് കുരുടായി പോയി? വേണ്ട, മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാ. ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, ഭൗതിക ലോകത്തിലേക്കൊന്ന് കണ്ണടിച്ചു നോക്കിയ വിവാഹം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട, കുടുംബം വേണ്ട, എന്തൊക്കെയോ കാരണത്താൽ മനസ്സ് കുരുടായി പോയി. എന്നാൽ ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ 62 കണക്ഷൻസ് എന്നെ കേൾക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ ആരെങ്കിലും മനസ്സ് കുരുടായി, ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം നൽകി തരികയാണ്. ശബാ രമന ഹംദന. യെസ്, ഹല്ലേലൂയ. മനസ്സ് കുരുടായി പോയത് നമ്മൾ മാറ്റി നിർത്തും. ചെയ്യരുത്, ചെയ്യരുത്. വീണവനെ മാറ്റി നിർത്തരുത്. ഹല്ലേലൂയ. അവനെ കൈപിടിച്ചുയർത്തുവാൻ, അവനെ ദൈവസന്നിധിയിൽ നിലനിർത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട്. ഇന്ന് രാത്രികാലം പ്രാർത്ഥന തുടങ്ങിയ സമയത്തോൾ പ്രാർത്ഥന ലീഡ് ചെയ്ത ആന്റി നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം യാത്ര ചെയ്തുകൊണ്ട് വെളിയിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നോർത്ത് ഇന്ത്യയുടെ പേര് പറഞ്ഞപ്പോൾ കയറി അകത്തിരുന്നു. പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാടിക്കയറി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കാരണം എന്താ? എനിക്കറിയാം അവിടെവിടങ്ങളായിട്ട് ആരൊക്കെയോ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ബീഹാറിലും, ഹല്ലേലൂയ, ഛത്തീസ്ഗഡിലും, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഈ ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ, ഹല്ലേലൂയ, എത്രയോ പേര് പീഡനങ്ങൾ അനുഭവിക്കുന്നു. എത്രയോ പേര് പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഒരു പക്ഷെങ്കിൽ പറഞ്ഞേക്കാം, സ്നാനപ്പെടാൻ നമുക്ക് പറയാം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ, ഒരു പെങ്കൊച്ചു സ്നാനപ്പെട്ട് മുമ്പോട്ട് കടന്നു വന്നാൽ അതിനെ വിവാഹം കഴിക്കാൻ സ്നാനപ്പെട്ട പൈതങ്ങളെ ലഭിക്കാറില്ല. വർഷങ്ങളോളം ചിന്തിച്ച് ഏറ്റൊടുവിൽ അവരുടെ രീതി പ്രകാരം അവർ വിവാഹത്തിലേക്ക് തിരിച്ചു പോകുന്നു. നോർത്ത് ഇന്ത്യയുടെ രീതികൾ മാറണം ദൈവജനമേ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുകയാണ്. ഹല്ലേലൂയ. മനസ്സ് കുരുടാകുന്ന അവസ്ഥകൾ, അവരെ റീച്ച് ചെയ്യുവാനോ, അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനോ, അവരെ വചനം പഠിപ്പിക്കുവാനോ, ചില വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, 23 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ 3 സഭകളിൽ നിന്ന് വചനം പഠിക്കുവാനിടയായി തീർന്നു. ഈ കഴിഞ്ഞ വർഷം 2 പേര് വചനം പഠിക്കുവാനിടയായി തീർന്നു. ഇവരൊക്കെ വചനം പഠിച്ചതിന് ശേഷം ഇവർക്ക് മുമ്പോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങളില്ല, അവർക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ സമുദായം അവരെ മാറ്റി നിർത്തുകയാണ്. അവരുടെ മനസ്സ് കുരുടാക്കുന്ന ഒരു തന്ത്രം. ഹല്ലേലൂയ. പറയും, നിന്റെ കുടുംബത്തെ, ഹല്ലേലൂയ, ഞങ്ങൾ നശിപ്പിച്ചു കളയും, നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു കളയും, അവർക്കൊരു ഭാവി ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ പലരും പിന്മാറിപ്പോവുകയാണ്. എന്നാൽ മനസ്സ് എത്ര കുരുടാക്കിയാലും ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് നമ്മളോട് പറയുന്നത്, സർവായുധം വർഗം ധരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെ അവൻ ധൈര്യപ്പെടുത്തുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. മുമ്പോട്ട് ഞാൻ പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ, ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ഹലോ.
അതിങ്ങോട്ടാ മോനെ. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മുടെ ചർച്ച് റെയിൽവേ ലൈനിനടുത്ത. അപ്പൊ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ കണക്ഷൻ പോകും. അത് തന്നെയല്ല, ഇവനെ കുറിച്ചല്ലേ പറയുന്നേ. അപ്പൊ ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ചെയ്യണ്ടായോ? സ്തോത്രം. നടക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കൺക്ലൂഷനിലേക്ക് കടന്നു വരികയാണ്. എന്റെ സമയം തീരുകയാണല്ലോ. സ്തോത്രം. അടുത്തതായിട്ട് ഒന്നുകൂടെ വായിക്കാവോ മാമ? ഞാൻ കേട്ടില്ല, കാരണം ഞാൻ ഡിസ്കണക്ട് അതിന് ആയി അവൻ പോയി. ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ 13, പുത്രന്മാർ. 39, 39. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ആമേൻ. അടുത്ത സംഭവം എന്താണെന്നറിയോ? ഇവൻ കള വിതയ്ക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്യും. സ്തോത്രം. ഇന്നത്തെ തലമുറ ഈ കളയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാ. ദൈവവചനത്തെക്കാട്ടിലും അധികമായി കള അവർക്ക് ഇഷ്ടമാണ്. കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകാമെന്നാ വിചാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അവന്റെ അടുത്ത സ്കീം എന്തുവാ? നിങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ വേണ്ടി ഇവൻ കള വിതയ്ക്കും. ദുരുപദേശം, ജീവിതത്തിൽ മാലിന്യം, അശുദ്ധി, അങ്ങനെ പല വിധത്തിലുള്ള കള വിതച്ച് ദൈവമക്കളെ ഒടുവിൽ വരുമ്പോൾ അവൻ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്റെ സബ്ജക്റ്റ് ഫിനിഷ് ആയില്ലെങ്കിൽ കൂടി സമയം കഴിഞ്ഞു പോയത് കൊണ്ട് അടുത്തതായിട്ട് മർക്കോസ് 4:15 അതുകൂടെ വായിച്ചാട്ടെ. 15. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ആമേൻ. അടുത്തത് മറവി വരുത്തുക. സ്തോത്രം. പിശാചിന്റെ സ്കീമ മറവി വരുത്തുക. പലപ്പോഴും ദൈവം പല വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്ക് നൽകി തന്നിട്ടുണ്ട്. ദൈവദാസന്മാരിൽ കൂടി, വചനത്തിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, സ്വപ്നങ്ങളിൽ കൂടി, ദർശനങ്ങളിൽ കൂടി ദൈവമക്കൾക്ക് 2025 അതിന്റെ മുമ്പിലും കർത്താവ് അനവധി ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ വാഗ്ദത്തങ്ങളൊക്കെ മറന്നു പോകും. എന്നാൽ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. അവൻ ചെയ്ത വാഗ്ദത്തങ്ങൾ ഒന്നും തന്നെ അത് പൂർത്തീകരണത്തിലെത്താതെ നിൽക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, സ്റ്റാൻഡ് ഫേം അഗൈൻസ്റ്റ് ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങൾ, അവൻ നിങ്ങളെ ഉപായത്തിൽ ചതിക്കുവാൻ നോക്കുമ്പോൾ, അവൻ നിങ്ങൾക്ക് കെണി വെക്കുമ്പോൾ, അവൻ നിങ്ങളുടെ മനസ്സ് കുരുടാക്കുമ്പോൾ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ കള വിതയ്ക്കുമ്പോൾ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മറവി കൊണ്ടുവരുമ്പോൾ, ഇതിലൊന്നും അകപ്പെട്ടു പോകാതെ നാം എന്ത് ചെയ്യണം? അതിന്റെ 19 വാക്യങ്ങൾ വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 17-18 വാക്യങ്ങൾ. 18ാമത്തെ വാക്യം വായിച്ചാട്ടെ. വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. കേൾക്കാം. Can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. 3 കാര്യമാണ് നമ്മൾ കണ്ടത്. അത് 3
ഡീറ്റെയിൽ ആയിട്ട് പറയുവാൻ കഴിഞ്ഞില്ല. പിശാചിന്റെ സ്കീംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. വിവിധമായിരിക്കുന്ന പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിശാചിനോടുള്ള പോരാട്ടം, പ്രാർത്ഥനയിലുള്ള പോരാട്ടം, പാപത്തോടുള്ള പോരാട്ടം, കഷ്ടങ്ങളാലുള്ള പോരാട്ടം, ക്രിസ്തീയ ശുശ്രൂഷയിൽ പോരാട്ടം, സുവിശേഷ ഘോഷണത്തിനുള്ള പോരാട്ടം, വിശ്വാസത്തിനായിട്ടുള്ള പോരാട്ടം നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹല്ലേലൂയ ആ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പോരാടാം, മുന്നേറാം. ഈ സമയം അനുവദിച്ചു തന്ന പ്രിയ ജോയ്സ് അമ്മാമയോടുള്ള നന്ദി, ചിരേ മിനിസ്ട്രിയോടുള്ള നന്ദി, എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്.